ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ടാം ശങ്കരാചാര്യകുഷ്ടാം ദതതി കരുണയായേ പ്രൗഢഗംഭീരവാചാ രമണചരണതീർത്ഥാൻ ദേശികാന്താൻ നമാമഃ. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹമഹമിതി സാക്ഷാദാത്മരൂപേണ ഭാതി. ഹൃദി വിഷമനസാ സ്വം ചിന്വദാമജ്ജദാവാ പവനചലനരോധാദാത്മനിഷ്ഠോ ഭവത്വം. ഓം തത്സദാഖ്യം പുരുഷം ഗുഹേശം ഭക്താർത്തിനാശായ ശരീരവന്തം മോദസ്വരൂപം മധുരസ്വഭാവം ത്വാമാത്മനാഥം രമണം ഭജാമി. ബഹിരടേദ്യതാനൈവ മാനസം സംയമീശ്വര സംയമം കുരു. ഏഴാമത്തെ തരംഗം വരയ്ക്കുമാണ് നമ്മൾ ഇപ്പോൾ വിചാരം ചെയ്തു വന്നിരിക്കണത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഗുരുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി വളരെ വിശദീകരിച്ച് നമ്മൾ ആഴത്തിൽ വിചാരം ചെയ്തു. മാതൃ പിതൃ സഹസ്രേഭ്യോ മമ ഹിത ഇഷി. ഏറ്റവും കാരുണ്യവത്തായ മാതാവ് ഉപനിഷത്താണ്. ആ ഉപനിഷത്ത് പരമോന്നതമായ ലാഭത്തെയാണ് നമുക്ക് തരണത്. അത് വെളിയിലെങ്ങും കിട്ടണതല്ല. ഇറ്റ് വിൽ നോട്ട് ബി അറ്റൈൻ ത്രൂ എനി വേൾഡ്ലി പർപ്പസ്. ഈ വേൾഡ്ലി പർപ്പസിലൂടെ, വ്യവഹാരത്തിലൂടെ നമുക്ക് ആ ശാന്തി സാധ്യമല്ല. ഇൻഫാക്റ്റ് എല്ലാവരും വാസ്തവത്തിൽ തേടിക്കൊണ്ടിരിക്കുന്നത് സുഖമൊന്നുമല്ല. അതിൻ്റെ സൂക്ഷ്മം പരിശോധിച്ചാൽ എല്ലാവരും തേടണത് ഒരു ശാന്തി നിലയാണ്. ഏതൊരു കർമ്മ മേഖലയിലായാലും നോക്കിയാലും നമുക്ക് ശാന്തിയാണ്. ദ ഫൈനൽ പർപ്പസ് ഈസ് ശാന്തി. ഗീതയിൽ ഭഗവാൻ അതിനെ വിസ്താരമായിട്ട് അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അർജുനനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അശാന്തസ്യ കുതസുഖം. അശാന്തിയായിട്ടിരിക്കണവന് എവിടെയാ സുഖം? അല്ലേ? വളരെയധികം ദുഃഖം ബാധിച്ചിരിക്കുന്ന സമയത്ത് നല്ല പട്ടുമെത്തേക്ക് വിരിച്ചു തന്നാൽ നമുക്ക് ഉറക്കം വരുമോ? ഇപ്പൊ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ റബ്കോ മെത്ത, അല്ലെങ്കിൽ അതിനേക്കാളും കൂടിയ എമ്മ എന്തൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് പരസ്യം നമ്മൾ കാണാം. ഈ പരസ്യത്തിലൊക്കെ കാണുന്ന ഈ മെത്തകളോ ഒക്കെ വിരിച്ച് നല്ല 5 സ്റ്റാർ ഫെസിലിറ്റിയിൽ വെച്ചാലും നമുക്ക് ദുഃഖം വരണ സമയത്ത് അതിനെ സുഖിക്കാൻ സാധിക്കുമോ? ഇല്ല. പട്ടണത്താർന്നൊരു പരമശിവഭക്തൻ, പരമഭിക്ഷുവായി അദ്ദേഹം വളരെയധികം പതികങ്ങൾ പാടി ഭഗവാനെ വാഴ്ത്തിയ ഒരു മഹാപുരുഷൻ. അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലത്തിൽ അദ്ദേഹം വലിയ ഒരു വ്യാപാരി, വൈരവ്യാപാരി. ഈ കടലിൽ പോയി ഈ വൈരങ്ങളെയൊക്കെ ശേഖരിച്ചു വരണ ഒരു തൊഴിൽ. ധാരാളം തൊഴിലാളികളുണ്ട്. അപ്പോൾ ഒരു നാൾ തൻ്റെ പ്രിയ പുത്രനെയും ഈ മേഖലയിൽ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് പുത്രനെയും കൂടെ വിട്ടു അത്രേ. പുത്രനെയും നല്ലൊരു വ്യാപാരിയാക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ട് പുത്രനെ കൂടെ വിട്ടു. നടുക്കടലിൽ നാച്ചുറൽ കലാമിറ്റീസ് വന്നു. കടലിൻ്റെ ഉള്ളിൽ വലിയൊരു കാറ്റ്, മഴയൊക്കെ രൂപീകരിച്ച് പോയവർക്കെല്ലാം ബുദ്ധിമുട്ട്, തിരിച്ചു വരാൻ പറ്റിയില്ല. അപ്പം ഇന്നെത്തും നാളെ എത്തും എന്ന് വിചാരിച്ചിരുന്ന ഡേറ്റിൽ മകൻ എത്തിയില്ല. നമുക്ക് തൊഴിലാളികൾ പോയാലല്ല, അതിൽ കോൺസെൻട്രേഷൻ ഈസ് വിത്ത് മകനോടൊരു കോൺസെൻട്രേഷൻ. അപ്പോൾ മകൻ വന്നില്ല എന്ന് പറഞ്ഞ് ധാരാളം വിഷമിച്ചു. 2-3 നാൾ കഴിഞ്ഞപ്പോൾ കുറച്ച് വള്ളങ്ങൾ മാത്രം എത്തി. അതിൽ തൻ്റെ മകനുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ വലിയ സന്തോഷം വന്നു. കാരണം മകൻ എന്ത് പർപ്പസിനാ പോയതെന്ന് വെച്ചാൽ വൈരമെടുക്കാനാ പോയത്. അപ്പോൾ ഏറ്റവും വലിയ ട്രഷർ വൈരമാണെന്ന് പറഞ്ഞാണ് തൻ്റെ മകനെ കൂടെ വിട്ടത്. പക്ഷെ മകൻ വന്നില്ല എന്ന് കണ്ടപ്പോൾ വൈരം മറഞ്ഞു പോയിട്ട് മകനോടുള്ള വിഷമായി. മകൻ വന്നാൽ മതി എന്നായി. ആത്യന്തികമായിട്ട് നമുക്ക് അപ്പോൾ ആവശ്യം എന്താ? മകനാണ്.
അല്ലേ? എല്ലാവർക്കും ഒരു ട്രഷറോ അല്ലെങ്കിൽ നിധിയോ ഒന്നും അപ്പം ചിന്തിക്കുകയില്ല. ഏറ്റവും വലിയ ട്രഷർ തൻ്റെ മകനാണ്. അപ്പം മകൻ തിരിച്ചു വന്നപ്പോൾ കെട്ടിപ്പുണർന്ന്, എൻ്റെ മകനെ നീ തിരിച്ചു വന്നല്ലോ, ഞാൻ വിചാരിച്ച കൂടെ ഇല്ല, വളരെയധികം സന്തോഷം എന്നൊക്കെ പറഞ്ഞ് സന്തോഷ പ്രകടനമൊക്കെ കഴിഞ്ഞുടൻ രണ്ടാമത്തെ ചോദ്യം അവിടെ ഉദിക്കുകയാണ്. കാരണം ഇതാണ് ചിത്തവൃത്തികൾ, നമ്മൾ ശ്രദ്ധിച്ചാലറിയാം. രണ്ടാമത്തെ ചോദ്യം മകനോട് ചോദിക്കുകയാണ്, പോയിട്ട് എന്തായി എന്ന് ചോദിച്ചു. വൈരം എടുക്കാനല്ലേ പോയത്, എന്തായി പോയിട്ട് എന്നുള്ള ചോദ്യത്തിന് മകൻ ഒരു ചാക്ക് അങ്ങോട്ട് എടുത്ത് നീക്കി കാണിച്ചു കൊടുത്തപ്പോൾ നിറയെ ചാണകം. ഉടൻ ആ സന്തോഷം അങ്ങോട്ട് മങ്ങിയിട്ട് ദേഷ്യം വന്നു. ഈ ചാണകം പെറുക്കാനാണോ നീ പോയത്? വലിയൊരു വ്യാപാരിയായ എൻ്റെ മകൻ ഈ ചാണകത്തെയാണോ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് വളരെയധികം ദേഷ്യപ്പെട്ട് മകനെ പിന്നെ എന്തൊക്കെയോ പറഞ്ഞു. അവസാനം ഈ മകൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ചാണകത്തെ അങ്ങോട്ട് മാറ്റിയിട്ട് നിറയെ വൈരങ്ങൾ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അപ്പോഴേ ആ ദേഷ്യം മാറി സന്തോഷം വന്നു. അത് ചാണകമല്ല, അതിൻ്റെ ഉള്ളിൽ വൈരമാണ്. ഇതാരും കണ്ടുപിടിക്കാതെ തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ മകൻ ആ ചാണകത്തെ ഫില്ല് ചെയ്ത് വെച്ചത് എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഒരു സന്തോഷം വന്നു. നോക്കൂ, ദിസ് ഈസ് ഇമോഷൻ ചേഞ്ചസ്. ആദ്യം മകൻ വന്നില്ല എന്ന ദുഃഖം, മകൻ വന്നപ്പോൾ വൈരം ഉണ്ടോ എന്ന് ദുഃഖം, വൈരമില്ല എന്ന് കണ്ടപ്പോൾ ദേഷ്യം വന്നു, വൈരത്തെ കണ്ടപ്പോൾ വീണ്ടും സന്തോഷം വന്നു. അപ്പൊ ഈ മകൻ അകത്ത് പോയിട്ട് ഒരു വാക്ക് എഴുതി വെച്ചു. എന്താന്ന് വെച്ചാൽ, കാതട്ര ഊസിയും വാറാത് കാണും കടൈ വഴിക്ക്. ഇത് എഴുതി വെച്ചിട്ട് മകൻ പുറപ്പെട്ടു പോയി. വീട്ടിൽ പോയി മകനില്ല. ഈ ഒരു ലെറ്റർ കണ്ടു, വളരെയധികം ദുഃഖിച്ചുകൊണ്ട് പട്ടണത്താറ് തൻ്റെ തൊഴിലിനെ വിട്ടു. ഇതെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ, നമ്മൾ ആത്യന്തികമായിട്ടുള്ള ശാന്തിയാണ് തേടണത്. നമ്മൾ ഈ ധനത്തിലൂടെയൊക്കെ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, സുഖം വേണം നമ്മൾ വിചാരിക്കും. പക്ഷേ അതൊരിക്കലും ആത്യന്തികമായ സുഖമേ അല്ല. അപ്പൊ മകനാണോ ആത്യന്തികമായ സുഖം എന്ന് വെച്ചാൽ, മകൻ വന്ന സമയത്ത്, മകൻ അവൈലബിൾ ആയ സമയത്ത് അവൈലബിൾ അല്ലാത്ത വൈരത്തിലേക്ക് ചിന്ത പോയി. ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതം, അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ, ഇല്ലേ, മകൻ വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് വിപത്ത് എന്ന് കരുതി. മകൻ വന്നു കഴിഞ്ഞപ്പോൾ സമ്പത്തില്ല എന്ന് കരുതി. സമ്പത്ത് വന്നപ്പോൾ ഇതാണോ സമ്പത്ത് എന്ന് വിചാരിച്ചപ്പോൾ മകൻ പോയപ്പോൾ വിപത്തിനെ ഓർമ്മിച്ചു. ഒരു മഹാപുരുഷൻ പറഞ്ഞിരിക്കണു, വിപത്തോ നൈവ വിപതഃ സമ്പത്തോ നൈവ സമ്പതഃ. നിങ്ങളിപ്പോൾ വിപത്ത് എന്ന് വിചാരിച്ചിരിക്കണതുണ്ടല്ലോ, ഈ വേൾഡ്ലി പർപ്പസിൽ എന്തൊക്കെയോ ദുഃഖം വരണു, ശരീരത്തിന് എന്തൊക്കെയോ അഫക്റ്റ് ചെയ്യണു, എൻ്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും വരണു, എൻ്റെ ബന്ധുജനങ്ങൾക്ക് എന്തെങ്കിലും വരണു, ഇല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരണു. ഇതാണോ വിപത്ത് എന്ന് പറഞ്ഞാൽ, വിപത്തഹോ നൈവ വിപതഃ. ഈ വിപത്തുക്കളൊന്നും വാസ്തവത്തിൽ വിപത്തേ അല്ല എന്ന് പറഞ്ഞു. സമ്പത്തോ നൈവ സമ്പതഃ. ഏതൊക്കെയോ സമ്പാദ്യം കൂട്ടി കൂന പോലെ കൂട്ടി വെച്ചിരിക്കുന്നു, ബാങ്ക് തോറും ഡെപ്പോസിറ്റ് ഇട്ട് വെച്ചിരിക്കുന്നു. ഇതൊക്കെയാണോ സമ്പാദ്യം എന്ന് വെച്ചാൽ, സമ്പതഹോ നൈവ സമ്പതഃ. ഈ സമ്പത്തുക്കളൊന്നും അല്ല വാസ്തവത്തിലെ സമ്പത്ത്. പിന്നെ എന്താ സമ്പത്ത് എന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ദ ട്രഷർ ഓർ വാട്ട് ഈസ് വിപത്ത് എന്ന് ചോദിച്ചാൽ, ആ മഹാപുരുഷൻ പറഞ്ഞിരിക്കുന്നു, വിപത്ത് വിസ്മരണം വിഷ്ണോഹോ സമ്പത്ത് നാരായണ സ്മൃതി. എന്താണ് വിപത്ത് എന്ന് പറഞ്ഞാൽ, ഈ നാരായണനോടുള്ള ഭക്തി കുറയല്. നാരായണൻ എന്ന് പറഞ്ഞാൽ പരമമായ പദം, അല്ലെങ്കിൽ ആത്മപദം എന്ന് തന്നെ നമുക്ക് അർത്ഥമെടുക്കാം. നമ്മളൊക്കെ വേദാന്ത വിചാരം ചെയ്തു വരണത് കൊണ്ട് നാരായണം എന്ന പദത്തിന് വേദമേ പറയണു, തത് വിഷ്ണോഹോ പരമം പദം. പരമമായ പദം എന്ന് വെച്ചാൽ അതിലുപരി ഒരു പദമില്ല. നാരായണീയത്തില് ആരംഭം തന്നെ അങ്ങനെയാണ്. എന്താ? സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അല്ലേ? അതിലുപരി ഒന്നുമില്ല, അനുപമിതം, അതിനെ ഉപമിക്കാനേ സാധ്യമല്ല എന്ന് നാരായണീയം പറയുന്നു. അതുകൊണ്ട് ആ പരമമായ പദത്തിനോടുള്ള വിസ്മരണം ഉണ്ടല്ലോ, ഇതാണ് ഏറ്റവും വലിയ വിപത്ത്, അല്ലേ? ഭാഗവതത്തില് കുന്തി പറയണത് അതാണ്, ഭഗവാനെ എനിക്ക് വിപത്തുക്കൾ തന്നുകൊണ്ടേയിരിക്കും, ധാരാളം വിപത്തുക്കൾ എനിക്ക് തന്നുകൊണ്ടേയിരിക്കും. കാരണം എന്താണെന്നത്, ഈ ഓരോ വിപത്തും ഉണ്ടല്ലോ എനിക്ക് ഉള്ളിലെ ഭക്തിയെ തരണം. നമ്മൾ ചിന്തിച്ചു നോക്കൂ,
വിപത്ത് വരുമ്പോഴാണ് നമുക്ക് ഭക്തി ഉണ്ടാവണത്. വാസ്തവത്തിൽ വിപത്തിനോടാണ് നമ്മളൊരു നമസ്കാരം പറയേണ്ടത്. കാരണം ഈ വിപത്താണ് നമുക്ക് വെളിയിൽ ഒരു ഗുരുവിനെ തരണത്. ഈ വിപത്തിന്റെ ഒരു പ്രസന്റേഷൻ, ഒരു ഗിഫ്റ്റാണ് ഗുരു അല്ലെങ്കിൽ ഈശ്വരൻ. അല്ലേ? സമ്പതഹാനൈവ സമ്പതഃ. ഈ സമ്പത്തുണ്ടല്ലോ, വാസ്തവത്തിലെ സമ്പത്ത് എന്താന്ന് വെച്ചാൽ ആ ആത്മലാഭം ഉണ്ടല്ലോ, തൻ്റെ സ്വരൂപനിഷ്ഠയായിട്ട് താൻ ഇരിക്കല്, ആ സമാധി സ്ഥിതി, ആ ശാന്തിയാണ് വാസ്തവത്തിലെ സമ്പത്ത്. അതില്ലെങ്കിൽ പിന്നെ എന്ത് സമ്പാദിച്ച എന്താ? ഒന്നുമേ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമ്മൾ ബേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് നോക്കിയാൽ, ബഹിരടേദ്യത നൈവ മാനസം സംയമീശ്വര സംയമം കുരു. ബഹിഹി എന്ന വാക്കാണ് ഇവിടെ ആചാര്യൻ ഉപദേശിച്ചിരിക്കുന്നത്. എന്താ ബഹി എന്ന് പറഞ്ഞാൽ? വെളിയിൽ, ബാഹ്യമായിട്ടുള്ള ഈ ലോകം കാണപ്പെടുന്നത്, ഇന്ദ്രിയവേദ്യമായത് എല്ലാം എന്നർത്ഥം. ഈ ബഹിഹി അടേദ്യത, ഇല്ലായ്മ ചെയ്യണം. ഈ ബഹി എന്ന് പറഞ്ഞാൽ ഈ സംസാരം, ഈ കാണപ്പെടുന്നത്, ഈ ദുഃഖം, ഈ സമ്പത്ത് എന്ന് നമ്മൾ കരുതണത്, അതിനെ സംയമമാക്കല്. സംയമം എന്ന വാക്കിന് യോഗം എന്നാണ് അർത്ഥം. ഇവിടെ ആചാര്യൻ ഗുരുവിനെ സംബോധന ചെയ്തിരിക്കുന്നത് സംയമീശ്വര. ഈ സംയമത്തിന്റെ ഈശ്വരൻ എന്ന് വെച്ചാൽ ഈ സംയമത്തിന്റെ ഹെഡ്. സംയമം എന്ന വാക്കിന് യോഗം എന്ന് തന്നെ നമ്മളിപ്പോൾ അർത്ഥമെടുക്കണം. യോഗഃ ചിത്തവൃത്തി നിരോധഃ. സംയമത്തിന് സാമാന്യമായൊരു അർത്ഥം നമ്മൾ നോക്കിയാൽ ഈ ചിത്തവൃത്തികളെ ഇല്ലാതാക്കല് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഓട്ടമില്ലാത്തത്, മനസ്സിൻ്റെ സെൻറ്റർ, നമ്മുടെ ഉള്ളിൽ ആ സെൻറ്റേർഡ് ആവല്, സമസ്ഥിതി, ഇതിനെയാണ് സംയമം എന്ന് പൊതുവിൽ നമ്മളൊരു സർഫസിലെ അർത്ഥം. ഇനി യോഗശാസ്ത്രം, അല്ലേ? അക്കോർഡിംഗ് ടു യോഗ ഫിലോസഫി ദർ ഇസ് മെനി ഇൻസ്ട്രക്ഷൻ ടുവേർഡ്സ് സംയമ. സംയമ ദേ ആർ സ്പ്ലിറ്റ് ഇൻ ടു 5 elements. 5 സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അഹിംസ, സത്യം, അസ്തേയ, ബ്രഹ്മചര്യ, അപരിഗ്രഹ. ഈ 5 കാര്യങ്ങളായിട്ടാണ് ഈ സംയമത്തെ തിരിച്ചിരിക്കുന്നത്. ഒന്ന് അഹിംസ, നോൺ വയലൻസ്. അഹിംസ പ്രതിഷ്ഠ. ഇതിൻ്റെ ഒക്കെ അർത്ഥം നോക്കിയാൽ ആത്മാ എന്ന് തന്നെ അർത്ഥം. ആത്മാ ഒന്നിനെയും ഹിംസിക്കണില്ല, അല്ലേ? അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യയേവ ച. കൃഷ്ണൻ ഉപദേശിക്കുകയാണ് അർജുനന്. അക്ലേദ്യോയമശ, അച്ഛേദ്യോയം, ഇതിനെ ഖണ്ഡിക്കാൻ സാധ്യമല്ല, അഖണ്ഡമാണ്. അതുകൊണ്ട് ഇതുകൊണ്ട് ആരെയും മുറിവേൽപ്പിക്കാൻ സാധ്യമല്ല. കാരണം നമ്മുടെയൊക്കെ സ്വരൂപം ആത്മാവാണ്. അതിന് രൂപമില്ല, അതിന് നാമമില്ല. ഈ നാമരൂപങ്ങളെയൊക്കെയാണ് നമുക്ക് ഖണ്ഡിക്കാൻ പറ്റണത്. അഖണ്ഡമായിരിക്കണം ആത്മസ്വരൂപത്തിനെ. വി കനോട്ട് ഈവൻ ടച്ച്, തൊടാനേ സാധ്യമല്ല. അച്ഛേദ്യോയം, അതിനെ ഖണ്ഡിക്കാൻ പറ്റില്ല. അദാഹ്യോയം, അതിനെ പോയി ദഹിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ദഹിപ്പിക്കില്ല. ഭഗവാൻ രമണ മഹർഷിയുടെ ഡെത്ത് എക്സ്പീരിയൻസ് അതാണ്. ഉള്ളിൽ ആ ചിന്ത വന്നു, ഞാൻ എന്താ ഇവിടെ മരിച്ചിരിക്കണു, ഈ മരണപ്പെട്ട എന്നെ 4 പേര് ചുമന്നുകൊണ്ട് പോയി ശ്മശാനത്ത് കൊണ്ട് എരിക്കണു, എന്നെ എരിക്കാൻ പറ്റുമോ? ഈ ശരീരത്തിനെ എരിക്കാൻ പറ്റും. ഞാൻ ഈ ശരീരമാണോ? ഞാൻ ഉള്ള പൊരുളാണ്, എനിക്ക് ഇല്ലായ്മ ഉണ്ടാവുമോ എന്നൊരു ചോദ്യം. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്തിനാ ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ അഹിംസ എന്ന് പറഞ്ഞാൽ നോൺ വയലൻസ്, ആരോടും ഹിംസയില്ലാതിരിക്കല്. അഹിംസ എന്ന് പറഞ്ഞാൽ വെളിയിൽ പോയി ഹർട്ട് ചെയ്യണത് മാത്രമൊന്നുമല്ല. നമ്മൾ കരുതും വെളിയിൽ എന്തൊക്കെയോ ഹർട്ട് ചെയ്യണതാണ് അഹിംസ എന്ന് കരുതും. ബട്ട് ഉള്ളില് ചിത്തവൃത്തി, അല്ലെ, ഒരുത്തനെ നമ്മൾ ഈഗോ കണ്ണിലൂടെ കണ്ടാൽ കൂടെ, ദാറ്റ് ഈസ് അഹിംസ. ആരോടെങ്കിലും ഒരു അസൂയ തോന്നിയുണ്ടല്ലോ, ആ അസൂയ ഉൾപ്പെടെ ാണ്. വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ. ആരെടുത്തെങ്കിലും ഒരു ദേഷ്യം തോന്നിയാൽ ഇത് ആരോടെങ്കിലും ഒരു ഉള്ളിൽ എന്തെങ്കിലും, ഉള്ളൊன்று വൈത്ത് പുറമൊன்று പേശ എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഉള്ളിലൊന്ന് വച്ചിട്ട് വെളിയിൽ നല്ല സന്തോഷത്തോടു കൂടി നല്ല ആദരവോടുകൂടിയൊക്കെ നമ്മൾ വെളിയിൽ കാണിക്കും. പക്ഷെ ഉള്ളിൽ ചീത്ത പറഞ്ഞിട്ടാണ് ചെയ്യണത്. അത് മനസ്സിൻ്റെ തന്നെ സ്വരൂപമാണ് അല്ലേ? ഈ ഉള്ളിൽ മാനിഫെസ്റ്റ് ആവണതാണ് അവസാനം വെളിയിൽ പൊട്ടിത്തെറിക്കുന്നത്. ഉള്ളിൽ അത് ക്രിയേറ്റ് ആയി വെളിയിൽ സെക്രീറ്റ് ചെയ്യും. വെളിയിൽ പോയി അത് പ്രവഹിക്കും അല്ലേ? ഉള്ളിൽ ആദ്യം ഒരു ചെറിയ കനൽ വന്ന് കത്തി വെളിയിൽ വലിയൊരു വിപത്ത് ഉണ്ടാക്കുന്നത് പോലെ ഈ അഹിംസ എന്ന വാക്കിനെ നമ്മൾ നിത്യനിരന്തരം വിചാരം ചെയ്ത് നോക്കിയാൽ ഉള്ളിൽ ഒരാളോടും ദ്വേഷം ഉണ്ടാവാതിരിക്കൽ തന്നെയാണ് അഹിംസ. അതിന് ഏകനാഥസ്വാമിയുടെ ഒരു കഥ, ആ ഏകനാഥസ്വാമിയെ വളരെയധികം ആൾക്കാർ പരീക്ഷിച്ചു. കാരണം ദേഷ്യം വരില്ല അദ്ദേഹത്തിന്. അപ്പോൾ ഒരു നാളേക്ക് ഇദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 4-5 പേര് വീട്ടിൽ ഇടിച്ചു കയറി എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചു. ഭാര്യയുടെ മേളിൽ, കാരണം സുഖമില്ലാത്ത ഭാര്യയാണ്, ആ ഭാര്യയെ അവിടെ ഇരുത്തിയിട്ട് ഭാര്യയുടെ മേളിൽ ആനപ്പുറത്ത് ഇരിക്കുന്നത് പോലെ, കുട്ടികളൊക്കെ കളിക്കുന്നത് പോലെ ഈ ആനപ്പുറത്ത് ഇരുന്നിട്ട് നടക്കാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഭാര്യയുടെ അടുത്ത്, നോക്കി മുതുകിൽ ഒരാളിരിപ്പുണ്ട്, അയാൾക്കൊന്നും പറ്റാതെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. നോക്കൂ, ഇതാണ് അഹിംസാ പ്രതിഷ്ഠ. നമുക്കത് തോന്നില്ല അല്ലേ? നമ്മുടെ ആരെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ഹെർട്ട് ചെയ്താൽ അവനെ മാക്സിമം നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കും അല്ലേ? എന്താണത് കാരണം എന്ന് വെച്ചാൽ അഹംവൃത്തി. ദാറ്റ് അഹംവൃത്തി ഇറ്റ്സെൽഫ് ഈസ് ഹിംസ. അഹിംസ എന്ന് പറഞ്ഞാൽ ആത്മനിഷ്ഠനായിട്ടിരിക്കലാണ്. ഭഗവാൻ രമണ മഹർഷിയെ തന്നെ മുളക് വാരി തേച്ചിട്ടുണ്ട്, മുഖത്ത് തുപ്പിയിട്ടുണ്ട്. ഒരാൾ ഭഗവാന്റെ അടുത്ത് പിൽക്കാലത്ത് ചോദിച്ചു, ഭഗവാനോട് മുഖത്തിലെ തുപ്പിനെയും ഭഗവാനെ, എന്നെ പെണ്ണേയും ഭഗവാനെ. ഭഗവാൻ പറഞ്ഞു തുടച്ചു എന്ന് പറഞ്ഞു. അത്ര മുളക് തേച്ചിനെയും ഭഗവാനെ, അപ്പുറമാ തെരിഞ്ഞത് இந்த മുളക് തേക്കുന്നത് இல்லையோ அது സ്കിന്നുக்கு நல்லதுன்னு தெரிஞ்சது. ஏதோ ആയുർവേദത്തിൽ அப்படி இருக்கு. ആയുർവേദത്തിൽ പറയണു ഈ സ്കിന്നിനെല്ലാം നല്ലതാണ് ഈ മുളക് വാരി തേച്ചാൽ. അപ്പോൾ അത് പിന്നെ വായിച്ചപ്പോൾ സന്തോഷം തോന്നി എന്ന് പറഞ്ഞു. ഇതാണ് അഹിംസ. ഇല്ലാതെ നമ്മൾ എക്സ്റ്റേണലി എന്തെങ്കിലും പ്രയോഗിക്കലല്ല അഹിംസ. അല്ല, ഹിംസയില്ലാതെ ഇരിക്കൽ, ഇത് തന്നെയാണ് ഒന്നാമത്തെ യമം. 2 സത്യം, സത്യനിഷ്ഠനായിട്ടിരിക്കൽ. എന്താ സത്യം എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്നതൊക്കെ സത്യമാണോ? ഈ ബഹിഹി അത് സത്യമാണോ? ഈ ബഹിഹി എന്ന് പറയണത് വെളിയിൽ കാണപ്പെടുന്നതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ കാണപ്പെടുന്നതിനൊന്നും നിലനിൽപ്പില്ല. അത് ഇന്നുണ്ട്, നാളെ ഇല്ല. ഈ പ്രകൃതിയാണ് കാണപ്പെടുന്നതല്ല. പ്രകർഷേണ പഞ്ചീകൃതമായത് പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ പ്രകൃതി പലപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് നമുക്ക് വി കനോട്ട് പ്രെഡിക്റ്റ് പ്രകൃതി. മഹാമായ വലിയൊരു ഇല്യൂഷനാണ്. ഇത് ഉണ്ട് എന്ന് തോന്നിക്കൊണ്ടേയിരിക്കണം. ഇത് കുറച്ച് നാൾ വർത്തിക്കണു, പിന്നെ ഇല്ലാതാവണം, പിന്നെ തേടിയാൽ കാണില്ല. മരുഭൂമിസ്ഥ നിരതഃ, മരുഭൂമിയിലെ നീര് പോലെ എന്നാണ് ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെയാണ് ഈ ബഹിഹി. അതിൽ നമ്മുടെ കുടുംബം, കുട്ടി എല്ലാം വരും. ഇതിനൊക്കെ നമ്മൾ ഉണ്ട് എന്ന് കരുതും, ഒരു ട്രഷറാണെന്ന് കരുതും. പക്ഷെ വാസ്തവത്തിൽ നമ്മൾ നോക്കിയാൽ അതൊരു ട്രഷറേ അല്ല, അത് ദുഃഖത്തെ തന്നുകൊണ്ടേയിരിക്കണു. അപ്പോൾ ഈ ബഹിഹി ആയിട്ടുള്ളതിനെ നമ്മൾ ഇല്ലാതാക്കൽ, ഇതിനെയാണ് സത്യം എന്ന് പറയുന്നത്. സത്യത്തെ നിരൂപണം ചെയ്ത് മനസ്സിലാക്കി ശാസ്ത്ര സഹായത്തോടുകൂടി, ഗുരുവിൻ്റെ സഹായത്തോടുകൂടി സത്യനിഷ്ഠനായിട്ടിരിക്കലും. ഇത് 2ാമത്തെ യമം. 3 അസ്തേയ. അസ്തേയ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കാതിരിക്കുക, അന്യൻ്റെ പൊരുളിനെ ആഗ്രഹിക്കാതിരിക്കുക. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അന്യം ഇല്ലാന്ന് കാണൽ അല്ലെ? ആരുടെടുത്തെങ്കിലും അസൂയ തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ ആരുടെടുത്തെങ്കിലും മാത്സര്യം തോന്നണമെങ്കിൽ, അയാളുടെ പക്കലുള്ളത് എനിക്ക് വേണമെന്ന് തോന്നണമെങ്കിൽ അത് നാച്ചുറലായിട്ട് നമുക്ക് തോന്നും. ആ തോന്നലിനെ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തന്നിൽ നിന്നും അന്യമായിട്ട് ന അന്യത് പശ്യത്തി, ന അന്യത് ശൃണോത്തി, ന അന്യത് വിജാനാതി. തന്നിൽ നിന്ന് അന്യത്തിനെ കാണാതിരിക്കൽ, തന്നിൽ നിന്ന് അന്യത്തെ അറിയാതിരിക്കൽ, തന്നിൽ നിന്ന് അന്യത്തിനെ കേൾക്കാതിരിക്കൽ. ഇങ്ങനെ ഇരുന്നാലുണ്ടല്ലോ അസ്തേയ, അവിടെ ഫലവത്തായി. മറ്റേത് മോഷ്ടിക്കലെന്ന് പറയണതുണ്ടല്ലോ, ഈ ആശ കൂടെയും മോഷ്ടിക്കലാണ്. നോക്കൂ, ഇന്നിപ്പോൾ പഠിച്ച് ഇറങ്ങണില്ലേ പിള്ളേരൊക്കെ, MBA കോഴ്സ് എന്നൊക്കെ പഠിച്ചിട്ട്
ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട് ഈ ബിസിനസ് കോഴ്സിന്, മാനേജ്മെന്റ് കോഴ്സിനൊക്കെ ഇറങ്ങുന്നുണ്ട്. വാട്ട് ഈസ് മാനേജ്മെന്റ് എന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ പോക്കറ്റ് അടി, ഡിജിറ്റൽ പോക്കറ്റ് അടി. ഡിജിറ്റലി ദേ ആർ ടേക്കിംഗ് സംതിങ് ഫ്രം ഔട്ട്സൈഡ് ഓർ അനദർ പീപ്പിൾ. ഇതിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് അസ്തേയ, ആശ, ആഗ്രഹം. ഇപ്പോ പട്ടണത്താർ സ്വാമി തന്നെ ഒരു പാട്ടിൽ പറഞ്ഞിരിക്കണു, വേദത്തിൻ ഉൾപൊരുൾ മണ്ണാസൈ മങ്കയറൈ വിട്ടുവിട. വേദത്തിൻ ഉൾപൊരുൾ, വേദത്തിന്റെ ഉൾപൊരുൾ എന്താണെന്ന് ചോദിച്ചാൽ ആത്മാ എന്ന് തന്നെ അർത്ഥം. ഉപനിഷത്ത് എന്തു പറയണു? തൻ്റെ സ്വരൂപത്തെ, ശാന്തി ആയ തൻ്റെ സ്വരൂപത്തെ പറഞ്ഞു തരണു. അതിൻ്റെ ഉൾപ്പൊരുൾ മണ്ണാസൈ മങ്കരൈ വിട്ടുവിട, മങ്കയറൈ വിട്ടുവിട. മണ്ണാസൈ, മണ്ണാസൈ എന്ന് പറഞ്ഞാൽ ഈ ട്രഷറിനെ ആഗ്രഹിക്കല്, ഒരു വേൾഡ്ലി പർപ്പസ് അല്ലെങ്കിൽ ഒരു ധനത്തെ ആഗ്രഹിക്കല്. മങ്കയറ, പെണ്ണാശൈ, ഏതെങ്കിലും പെണ്ണിനെ കണ്ട ആശിക്കല് അല്ലേ. ബാലസ്താവൽ ക്രീഡാസക്ത തരുണസ്താവൽ തരുണീസക്ത അല്ലേ. ഏതെങ്കിലും പെണ്ണിനെ കണ്ടിട്ട് ആഗ്രഹിക്കണത്, പൊന്നിനെ കണ്ടിട്ട് ആഗ്രഹിക്കണത്, വിട്ടുവിട ബോധിത്ത വൻമൊഴി കേട്ടില്ലയോ. അതിനെ വിട്ടുവിടാൻ വേണ്ടിയിട്ടാണ് ഈ ഉപനിഷത്ത് പ്രോക്തമായിട്ടുള്ള വസ്തുവിനെ നമ്മൾ അറിയണത്. അപ്പോൾ അസ്തേയ എന്ന വാക്കിന് വെളിയിലുള്ള ഓട്ടം, ആശ, ആശാപടലം, ഇതിനെയാണ് അസ്തേയ എന്ന് പറയണത്. അതില്ലാതിരിക്കല്, ആശയില്ലാതിരിക്കല്. ചിത്തവൃത്തി നിരോധ, ഇതിൻ്റെ ഉദ്ദേശം ഇതാണ്. യോഗം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു, സംയമം എന്ന വാക്കിന് യോഗം എന്ന് തന്നെ അർത്ഥം. ഇതിനൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണോ ഒരു അറിവിന്. എല്ലാത്തിൻ്റെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്, ആത്മനിഷ്ഠം, യോഗം എന്ന് തന്നെയാണ്. അപ്പോൾ വിത്തൗട്ട് എനി ഡിസയേഴ്സ്, വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻ, ദാറ്റ് ഈസ് അസ്തേയ. അടുത്ത 4 ബ്രഹ്മചര്യ. ഇവിടെ ബ്രഹ്മചര്യ എന്ന വാക്കിന് ശുദ്ധം എന്നർത്ഥം, അല്ലെങ്കിൽ സത്യനിഷ്ഠം എന്നർത്ഥം, തത്വബോധം എന്നർത്ഥം. തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞു. ജ്ഞാതേ തത്വ കഹ സംസാര. തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെ സംസാരം, പിന്നെ എവിടെ ദുഃഖം? ദർ ഇസ് നോ ദുഃഖം. എനിവെയർ ദർ ഇസ് നോ ദുഃഖം. കാരണം വാസ്തവത്തെ അറിഞ്ഞു, സത്യത്തെ അറിഞ്ഞു, ബ്രഹ്മത്തെ അറിഞ്ഞു. ദാറ്റ് ബ്രഹ്മത്തെ അറിയണ അവസ്ഥ ഉണ്ടല്ലോ, ദാറ്റ് അവസ്ഥ ഇറ്റ്സെൽഫ് ഇസ് ബ്രഹ്മചര്യ. അതും ആത്മനിഷ്ഠം തന്നെ, അതും യോഗം തന്നെ. അടുത്ത് അപരിഗ്രഹ, അറ്റാച്ച്മെൻ്റ് ഇല്ലാതിരിക്കുന്നു. പൊതുവിൽ ഇതിൽ നിന്നാണ് നമ്മൾ മുക്തി നേടേണ്ടത്. എവ്രിതിങ് വി ആർ ഡൂയിങ് വിത്ത് അറ്റാച്ച്മെൻറ്റ്. ആരോടെങ്കിലുമുള്ള പ്രിയം, ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ടാണ് നമ്മൾ എന്തൊക്കെയോ ഈ നാട്ടിൽ, എന്തൊക്കെയോ ഈ വേൾഡിൽ നമ്മൾ ചെയ്തു നേടണം എന്ന് കരുതണത്. അവരൊക്കെ സൗഖ്യമായിട്ടിരിക്കണം, എന്നെ ചേർന്നവരെല്ലാം നന്നായിരിക്കണം, ക്ഷേമത്തോടെ ഇരിക്കണം, ഐശ്വര്യത്തോടെ ഇരിക്കണം, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കൂട്ടും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പരിഗ്രഹം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ്, അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ നോൺ അറ്റാച്ച്മെന്റ്, നിസ്സംഗത. ഇതിനെയാണ് സംയമം. ഈ സംയമം എന്ന വാക്കിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വെർഷൻ യോഗശാസ്ത്രം, യോഗ ഫിലോസഫി പറയണതിന് ഞാനൊന്ന് പറഞ്ഞു തന്നു, ഒരു ചെറിയൊരു അറിവിന് വേണ്ടി പറഞ്ഞു തന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആചാര്യൻ ഉപദേശിച്ചിരിക്കുന്നു, ബഹിരടേധ്യത നൈവമാനസം. ഈ മനസ്സിനെ വെളിയിൽ അലയാതിരിക്കാൻ എന്നെ സഹായിക്കണം. കുരു എന്ന വാക്കിന് ഇവിടെ ഒരു അഭ്യർത്ഥനയാണ്, ഒരു വിണ്ണപ്പം, ഒരു ആപ്ലിക്കേഷൻ ടു ഗുരു. എൻ്റെ മനസ്സുണ്ടല്ലോ വെളിയിൽ, ചിത്തവൃത്തി വെളിയിൽ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്, വെളിയിലേക്ക് സ്കാറ്റേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖസ്സു ദുർലഭ. വെളിയിൽ പോയാൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാൽ വെറും ദുർലഭം. എന്താ ദുർലഭം എന്ന് പറഞ്ഞാൽ ശ്രേയസ് ഈസ് ഇൻസൈഡ് അസ്. അത് ഉള്ളിൽ സമാരാധ്യമായിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രേയസിൻ്റെ പിന്നിൽ പോകുമ്പോൾ നമുക്ക് ദുഃഖം വരണു, വിപത്തുക്കൾ വന്നുകൊണ്ടേയിരിക്കണം. വാസ്തവത്തിലെ വിപത്ത് എന്ന് പറയണത് എനിത്തിങ് വി ആർ ഗെയിനിങ് ഓർ വി ആർ അറ്റൈനിങ് ഫ്രം ഔട്ട്സൈഡ്, ഇറ്റ് വിൽ ക്രിയേറ്റ് ദോഷം. ആവശ്യത്തിന് വേണം അല്ലേ. ആവശ്യത്തിലധികം ആഹാരം കഴിച്ചാൽ ഡൈജസ്റ്റ് ആവാതിരിക്കുന്നത് പോലെ
വേണ്ടാത്തതൊക്കെ നമ്മൾ അറിഞ്ഞു വെച്ചാലുണ്ടല്ലോ, ഈ അറിവ് ഡൈജസ്റ്റ് ആവാതെ ഉള്ളിൽ തികട്ടി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആവശ്യത്തിന് അറിയുക. യുക്താഹാര വിഹാരസ്യ, ഭഗവാൻ ഗീതയിൽ ഉപദേശിച്ചത് എങ്ങനെയാണ്? യുക്തമായിട്ട് ആഹാരം കഴിക്കുക. അതെങ്ങനെ? വാ കൊണ്ട് മാത്രം കഴിക്കലല്ല, കണ്ണുകൊണ്ട് കഴിക്കല്, കാതുകൊണ്ട് കഴിക്കല്, മൂക്കുകൊണ്ട് കഴിക്കല്, ത്വക്ക് കൊണ്ട് കഴിക്കല്. എന്ന് വെച്ചാൽ ഇന്ദ്രിയവേദ്യമായ എല്ലാം ഒരു അളവിൽ കൂടുതൽ നമുക്ക് വന്നാൽ ഇറ്റ് വിൽ ബിക്കം പോയിസൺ, വിഷമായി മാറും. ആ വിഷമാണ് ക്രിയേറ്റ്സ് ഇൻ ടു വിഷമം. ആ വിഷം പിന്നെ വിഷമമായി മാറും. വിഷധാതു എന്നാണ് അത്. എന്താ അത്? അത് വിഷമാണ്. വിടം എന്ന് തമിഴിൽ പറയും, വിഷം. ഈ വിഷം എന്നാണ് മായം. കടിത്തവായിലേ നിன்று, ഈ മായത്തെ കടിച്ചു വച്ചിരിക്കുകയാണ്. എന്തൊക്കെ നല്ലത് പോയാലും ഈ മായം കലർന്നാണ് ഉള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഇല്ലാതാക്കണം. അതിനില്ലാതാക്കണമെങ്കിൽ നമുക്ക് സഹായകരമായിട്ട് ഒരു ഗുരു അപ്പിയർ ആവാതെ വേറെ വഴിയേ ഇല്ല. ഭഗവാൻ രമണ മഹർഷിയെ പറഞ്ഞിരിക്കുന്നു, കുற்றമുற்று അറുത്തനെ ഗുണമായി പണിത്താൾ ഗുരു ഉരുവായി ഒളിർ അരുണാചല. നോക്കൂ, ഭഗവാൻ രമണ മഹർഷിക്ക് ഗുരു ഇല്ല എന്ന് പൊതുവിലൊരു ചർച്ച. നോക്കൂ, ഗുരുവിനെ നമ്മൾ എങ്ങനെ ഒരു രൂപത്തിൽ മാത്രം കാണണോ, അല്ലെങ്കിൽ ഒരു നാമത്തിൽ കാണണോ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ കാണണമെന്നൊന്നുമില്ല. വി ക്യാൻ ഐഡന്റിഫൈ ഗുരു എനിവേർ. ഒരു മല തന്നെ ഗുരുവായിട്ട് ഉപദേശിച്ചു വെച്ച് അചലമാ കണ്ടേൻ. ആ ഗുരു എന്ത് ചെയ്തു? കുറ്റം ഉറ്റ് അറുത്തൻ. ഈ കുറ്റത്തിന് ഒരു മുற்றுപുള്ളി കൊടുത്തു അത്ര. മുற்றுപുള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സ്റ്റോപ്പ്. കുറ്റം എന്താന്ന് വെച്ചാൽ ഈ ബഹിർദൃഷ്ടി, വെളിയിലേക്കുള്ള ദൃഷ്ടി ഉണ്ടല്ലോ, ഇതാണ് കുറ്റം. ഈ കുറ്റം മുറ്റ്, ആ ബഹിറിന് ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുത്തു. ആൻഡ് പുഷ്ഡ് ഇൻ ടു ഇൻസൈഡ് അവർ ഹാർട്ട്. തള്ളി ഉള്ളിൽ ഹൃദയത്തിൽ കൊണ്ടുവയ്ക്കണം. ദാറ്റ് ഈസ് സംയമം. നമ്മൾ കണ്ടു അത്. ആ സംയമം നമ്മളെ യോഗമാക്കി മാറ്റലും. നമ്മളെ യോഗമാക്കി മാറ്റൂ സംയമീശ്വര. അങ്ങനെയൊക്കെയാണ് അത് പറ്റണത് അല്ലേ? വേറെ ആർക്കും അത് കഴിയില്ല. രമണ ഭഗവാനോട് അണ്ണാമലയാർ സ്വാമി പറയാണ്, ഭഗവാനെ എനിക്ക് വേറൊന്നും വേണ്ട, ഈ മനസ്സൊന്ന് അടങ്ങിയാൽ മതി ഭഗവാനെ. വേറെ ജ്ഞാനമോ വേണ്ട, ആത്മനിഷ്ഠയോ വേണ്ട, ഒന്നും വേണ്ട, ഈ മനസ്സൊന്ന് അടക്കി തരൂ ഭഗവാനെ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അത് താനേ ഈ ആത്മസാക്ഷാത്കാരം. ഈ മനസ്സടങ്ങണമെന്നുണ്ടല്ലോ, അത് തന്നെയാണ് ആത്മസാക്ഷാത്കാരം. അതൊന്നും വേണ്ട, ഈ മനസ്സിനെ അടക്കല്. ഈ മനസ്സിനെ അടക്കണാണല്ലോ ബുദ്ധിമുട്ടും അല്ലേ? ഇതുമായിട്ട് ഫൈറ്റിംഗ് ആണ് ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗുരുവിൻ്റെ വാക്കിനെ വിശ്വസിക്കണം. എങ്ങനെ ഇരിക്കണം ഗുരു? ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ആ ബ്രഹ്മനിഷ്ഠമായിട്ടുള്ളൊരു ഗുരു തന്നെ ഉപദേശിക്കണം. ശ്രോത്രിയൻ എന്ന് പറഞ്ഞാൽ ഓതന്റിക്കലി ഒരു ഗുരുവിൽ നിന്നും കേട്ടറിഞ്ഞ്. നോക്കൂ, ഏതെങ്കിലും എക്സ്റ്റേണലി പഠിച്ചിട്ടല്ല, പഠിത്തമൊക്കെ വേണം, പക്ഷേ ഇതിനെ കേട്ടറിഞ്ഞ്, വാസ്തവത്തിൽ കേട്ടറിഞ്ഞ ഒരു ശിഷ്യൻ, അവൻ ഗുരുവായിട്ട് നമുക്ക് ഉപദേശിച്ചാൽ വി ക്യാൻ അക്സെപ്റ്റ് ഇറ്റ് വിത്ത് അതോറിറ്റി. പരമ്പരയോടുകൂടി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ശ്രോത്രിയനായിട്ട് കേട്ട്, ശ്രവണാഭിഹി ബഹുബിർയോന ലഭ്യ. ഈ ശ്രവണത്തിലൂടെ അല്ലാതെ നമുക്ക് ഇത് ലഭ്യമേ അല്ല. പക്ഷെ വാസ്തവത്തിലെ ശ്രവണം എപ്പോൾ വരും? ഈ കുറ്റം മുഴുവൻ അങ്ങോട്ട് പോകണം. ഈ ബഹിർദൃഷ്ടി അങ്ങോട്ട് പോയി ഈ ബുദ്ധി പ്രവർത്തിക്കാതെ ഇരുന്നാൽ വാസ്തവത്തിലെ ശ്രവണം സ്ട്രെയിറ്റ് വിൽ എൻറ്റർ ഇൻ ടു ഹാർട്ട്. ഹൃദയത്തിൽ പോയി പ്രതിഷ്ഠയാവും. അതിനെ സഹായിക്കുന്നതാണ് ഈ സത്സംഗം. അതുകൊണ്ട് ഈ സത്സംഗവും നമുക്ക് ഗുരുവാണ്. ഇപ്പോൾ ആചാര്യനെ നോക്കൂ, ഇടവിടാതെ സത്സംഗം എത്ര കാലം കൊണ്ട്, 10, 30, 40 വർഷം കൊണ്ട് നമുക്ക് ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം, അവൈലബിൾ ആയിക്കൊണ്ടേയിരിക്കണം. ഇപ്പൊ രമണ ഭഗവാനെ നോക്കിയാൽ ഏത് സമയവും തിരുവണ്ണാമലയിൽ അവൈലബിൾ ആണ്. ആശ്രമത്തിലും നല്ല തണുപ്പ് കാലത്ത് വന്നാലും ഈ കഥ ഒന്നും അടക്കില്ല, തുറന്നിടാൻ പറയും. ആരെങ്കിലുമൊക്കെ ജീവൻ വരും എന്നുള്ള ഒരു കരുണ ഉണ്ടല്ലോ, ദാറ്റ് അവൈലബിലിറ്റി, ദാറ്റ് കാരുണ്യം, ഇതാണ് മാതൃ പിതൃ സഹസ്രേഭ്യോ എന്ന് നമ്മൾ പറയുന്നത്. ഉപനിഷത്തിന്റെ ക്വാളിറ്റി, ഉപനിഷത്ത് ഭാവം പ്രകട സ്വഭാവം. ആ ഉപനിഷത്തിൽ എന്ത് ഭാവത്തെ പറയണോ അത് സ്വഭാവമായിട്ടിരിക്കണോ ജ്ഞാനിക്ക്. ആ ഭാവം
ഇരിക്കണവര് അവൈലബിൾ ആണ് സദാ. നിത്യോപലബ്ധി സ്വരൂപോയം ആത്മാ. അവര് നിത്യം അവൈലബിൾ ആയിരിക്കണം. അത് എല്ലാവരും ഇപ്പം രമണ ഭഗവാൻ അവൈലബിൾ ആണല്ലോ, അതുപോലെ നമ്മൾ ആരെങ്കിലും അല്ലെങ്കിൽ ആചാര്യൻ അവൈലബിൾ അല്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഇത് ബുദ്ധി ക്രിയേറ്റ് ചെയ്യണതാണ്. ആചാര്യൻ്റെതായിട്ടുള്ള രീതിയിൽ അവൈലബിൾ ആണ്. ഫുൾ ടൈം നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ ഏതൊരു വിഷമകാലത്ത് അടുത്ത് കാറ് പിടിച്ചോ ഒന്നും വരണ്ട. നോക്കൂ, ഈ ഫോൺ കൂടെ നമുക്ക് ഡിവൈൻ ആക്കാൻ പറ്റേണ്ടത് ഇങ്ങനെയൊക്കെയാണ്. ഈ സത്സംഗം കേൾക്കുക, ഉടൻ നമ്മൾ നോക്കുക, ഇത് കേൾക്കുക, എന്നിട്ട് പോയി ആ സ്ഥാനത്തിലിരിക്കുക, സ്വസ്ഥാനത്തിൽ നമ്മൾ ശാന്തമായിട്ടിരിക്കുക. അല്ലാതെ നമ്മൾ രമണ ഭഗവാനെ പോലെ മറ്റൊരാളെ പ്രതീക്ഷിക്കാനേ പാടില്ല. അത് ഉപാധി വേറെ. ഉപാധി ഇസ് ഡിഫറെൻറ്റ്, ബട്ട് തത്വം, ദാറ്റ് നിഷ്ഠ ഇസ് സെയിം എവ്രിവെയർ. Every guru, we can identify that Shanti, but Upati will be different. Upati വേറെ ഡിഫറെൻറ്റ് ഉപാധി ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ ഗുരുവിനെ ആശ്രയിക്കൽ ഏത് തരത്തിൽ വേണോ ആശ്രയിച്ചോളൂ. ആ ഗുരുവിൻ്റെ അൾട്ടിമേറ്റ് ശസ്ത്രക്രിയ എന്താണെന്ന് വെച്ചാൽ ഈ ബഹിർ ദൃഷ്ടിയെ അങ്ങോട്ട് ഇല്ലാതാക്കുക. ബഹിർ അഠേത്, ഈ പുറം ദൃഷ്ടിയെ ഇല്ലാതാക്കി ഈ മനസ്സിനെ ശാന്തമാക്കി വച്ച്, ആ ശാന്തത തന്നെയാണ് സംയമം എന്ന് പറയണത്. അതിനെ എനിക്ക് ഉപദേശിച്ചാലും അല്ലെങ്കിൽ അതെനിക്ക് നേരെ കരുണാപൂർണം തന്നാലും എന്നുള്ള ഉപദേശമാണ് ഈ ശ്ലോകം. തുടർന്ന് നമുക്ക് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.